നമസ്കാരം. ഞാൻ സിന്ധു. ചായൻ കഥയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അടുത്ത 41 ദിവസങ്ങളിലൂടെ നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര ആരംഭിക്കുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന മഹാഭാരതത്തിലേക്കുള്ള യാത്രയല്ല ഇത്. ഇന്നും ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹാഭാരതത്തിലേക്കുള്ള ഒരു യാത്ര. ഇത് പുരാണ കഥകൾ പറഞ്ഞു തരുന്ന ഒരു പരമ്പരയല്ല. ആരാണ് ആരോട് യുദ്ധം ചെയ്തത് എന്ന് ഓർമ്മിപ്പിക്കുന്നതുമല്ല. മഹാഭാരതം പഠിപ്പിക്കുന്ന ഒരു ക്ലാസുമല്ല. മഹാഭാരതത്തിലെ കഥാപാത്രത്തിലൂടെ നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ള ഒരു യാത്ര. അപ്പോൾ ഒരു ചോദ്യം, മഹാഭാരതം എന്നത് എന്താണ്? സാധാരണ നമ്മൾ പറയുന്നത് മഹാഭാരതം ഭരതവംശത്തിന്റെ മഹത്തായ ഇതിഹാസമാണെന്നാണ്. അത് തീർച്ചയായും ശരിയാണ്. പക്ഷേ ഞാൻ മഹാഭാരതത്തെ മറ്റൊരു രീതിയിൽ കാണാൻ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ ഒരു മനോഹരമായ ആശയമുണ്ട്: ഭാവം, രാഗം, താളം. ഭാവം എന്നാൽ നമ്മുടെ ഉള്ളിലെ വികാരങ്ങൾ, നമ്മുടെ ഉദ്ദേശ്യം, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ. രാഗം എന്നാൽ നമ്മളെ നമ്മളാക്കുന്ന പ്രത്യേകത, ഈ ലോകത്തിൽ നമ്മൾ സ്വയം പ്രകടിപ്പിക്കുന്ന രീതി. താളം എന്നാൽ ജീവിതത്തിൻ്റെ ക്രമവും അച്ചടക്കവും നൽകുന്ന ലയം. ഈ മൂന്നും ഒരുമിക്കുമ്പോൾ, നമ്മുടെ വികാരങ്ങൾ തെളിമയമാകുമ്പോൾ, നമ്മുടെ പ്രകടനം സ്വാഭാവികമാകുമ്പോൾ, നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ മൂല്യങ്ങളോട് ചേർന്ന് ഒഴുകുമ്പോൾ, അപ്പോൾ ഒരു സാധാരണ ജീവിതം അസാധാരണമായ ഒരു ജീവിതമായി മാറുന്നു. ഒരുപക്ഷെ മഹാഭാരതം എന്നത് നമ്മൾ വായിക്കുന്ന ഒരു കഥ മാത്രമല്ല, നമ്മൾ ജീവിക്കാൻ കഴിയുന്ന ഒരു സാധ്യതയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു കുരുക്ഷേത്രമുണ്ട്. സംശയങ്ങളും ആഗ്രഹങ്ങളും ഭയങ്ങളും അഹങ്കാരവും സ്നേഹവും ധൈര്യവും എല്ലാം ഏറ്റുമുട്ടുന്ന ഒരു യുദ്ധഭൂമി. പക്ഷേ അതേ ഉള്ളിൽ തന്നെ മഹത്വത്തിലേക്ക് ഉയരാനുള്ള ശേഷിയുമുണ്ട്. ഈ യാത്രയുടെ ലക്ഷ്യം മറ്റൊരാളായി മാറുക എന്നതല്ല, നമ്മുടെ ഭാവവും രാഗവും താളവും ഒന്നിച്ചു ചേർത്ത് ജീവിതത്തെ കൂടുതൽ പൂർണ്ണമായി ജീവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ നമ്മുടെ സ്വന്തം മഹാഭാരതമാകുന്നു. അപ്പോൾ ഈ യാത്ര എങ്ങനെ മുന്നോട്ട് പോകും? അടുത്ത 41 എപ്പിസോഡുകളിൽ മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രത്തെയും നമുക്ക് പരിചയപ്പെടാം, അവരുടെ കഥകൾ കേൾക്കാം. പക്ഷേ അവിടെ നിർത്തണ്ട. ഓരോ കഥാപാത്രത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിഫലനം കണ്ടെത്താൻ ശ്രമിക്കാം. അവരുടെ തീരുമാനങ്ങളിൽ നമ്മുടെ തീരുമാനങ്ങളെ കാണാം. അവരുടെ സംഘർഷങ്ങളിൽ നമ്മുടെ സംഘർഷങ്ങളെ തിരിച്ചറിയാം. അവരുടെ വിജയത്തിലും പരാജയത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ചില ഉത്തരങ്ങൾ തേടാം. കാരണം മഹാഭാരതം വായിച്ചാൽ അറിവ് ലഭിക്കും, ശരിയാണ്. പക്ഷേ മഹാഭാരതം ജീവിച്ചാൽ മാറ്റം സംഭവിക്കും. അപ്പോൾ നമ്മുടെ ഈ യാത്ര വ്യാസനിൽ നിന്ന് തുടങ്ങാം. വ്യാസൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം എന്താണ് ഓർമ്മ വരുന്നത്? മഹാഭാരതത്തിന്റെ രചയിതാവ്, വേദങ്ങളെ ക്രമീകരിച്ച മഹർഷി. അതെ, ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഞാൻ വ്യാസനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റൊന്നാണ്. ഒരു മനുഷ്യൻ ഇത്രയധികം മനുഷ്യരെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു? ഭീഷ്മനെ അദ്ദേഹം കണ്ടു, കർണനെ, ദുര്യോധനനെ കണ്ടു, അർജുനനെ കണ്ടു, ദ്രൗപദിയെ കണ്ടു, കൃഷ്ണനെ കണ്ടു. ഒരാൾ പോലും മറ്റൊരാളെ പോലെ ആയിരുന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായ ന്യായമുണ്ടായിരുന്നു, അവരുടേതായ വേദനയുണ്ടായിരുന്നു, അവരുടേതായ അന്ധതയുണ്ടായിരുന്നു, അവരുടേതായ സത്യവും ഉണ്ടായിരുന്നു. എന്നിട്ടും വ്യാസൻ ആരെയും വില്ലനാക്കിയില്ല, ആരെയും പൂർണ്ണനായ നായകനുമാക്കിയില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ അത് എത്ര പ്രയാസമാണ്. ആരെങ്കിലും നമ്മളോട് ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ ഉടനെ ഒരു തീരുമാനത്തിലെത്തും. അവൻ അങ്ങനെയുള്ള ആളാണ്, അവൾ എപ്പോഴും ഇങ്ങനെയാണ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. എത്ര പെട്ടെന്നാണ് നമ്മൾ മനുഷ്യരെ ഒരു വാചകത്തിൽ ഒതുക്കുന്നത്.
പക്ഷേ വ്യാസൻ അങ്ങനെ ചെയ്തില്ല. ഒരു മനുഷ്യനെ ഒരു സംഭവത്തിലൂടെ അദ്ദേഹം അളന്നില്ല. ഒരു തെറ്റിലൂടെ ഒരാളെ നിർവചിച്ചില്ല. ഒരു ഗുണം കൊണ്ടും ഒരാളെ പൂർണ്ണനാക്കിയില്ല. അദ്ദേഹം കണ്ടത് മനുഷ്യനെയാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത്. ഒരു പക്ഷേ വ്യാസൻ ഒരു വ്യക്തി മാത്രമല്ല, ഒരു ദൃഷ്ടിയാണ്. ജീവിതത്തെ കാണാനുള്ള ഒരു ദൃഷ്ടി. കാരണം നമ്മുടെ ഉള്ളിലും ഒരു മഹാഭാരതമുണ്ട്. ചില ദിവസങ്ങളിൽ ഭീഷ്മൻ സംസാരിക്കും, ഞാൻ തീരുമാനിച്ചതാണ്. ചില ദിവസങ്ങളിൽ കർണൻ സംസാരിക്കും, എന്നെ ആരും അംഗീകരിക്കുന്നില്ല. ചില ദിവസങ്ങളിൽ ദുര്യോധനൻ സംസാരിക്കും, എന്തുകൊണ്ട് അവന് കിട്ടി, എനിക്ക് കിട്ടിയില്ല. ചില ദിവസങ്ങളിൽ അർജുനൻ നിൽക്കും, ശരി എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഈ ശബ്ദങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ അവയെല്ലാം കാണാൻ കഴിയുന്ന ഒരു ദൃഷ്ടിയും നമ്മുടെ ഉള്ളിലുണ്ട്. ആ ദൃഷ്ടിയെ ഉണർത്താനാണ് മഹാഭാരതം വ്യാസനിൽ നിന്ന് തുടങ്ങുന്നത്. ഈ 41 ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് മഹാഭാരതം പറഞ്ഞു തരാൻ പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും മഹാഭാരതം കുറച്ചൊക്കെയെങ്കിലും അറിയാം. പക്ഷേ ഈ 41 ദിവസങ്ങളിൽ മഹാഭാരതത്തിന്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ വായിക്കാൻ ശ്രമിക്കാം. ഓരോ ദിവസവും ഒരു കഥാപാത്രം, ഒരു കഥ, ഒരു ചോദ്യം. ആ ചോദ്യം നിങ്ങളോടൊപ്പം ദിവസം മുഴുവൻ നടക്കട്ടെ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ടോ, അതോ അവരെ വളരെ വേഗം വിലയിരുത്താറുണ്ടോ? മറ്റൊരു ചോദ്യം: എന്നെക്കുറിച്ചും ഞാൻ ഇതുതന്നെയാണോ ചെയ്യുന്നത്? നാളെ മറ്റൊരു കഥാപാത്രവുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.